തയ്യാറാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഉത്തരവ് തന്നെ ഇറക്കണം. ട്രാൻസ്ജെൻഡർ ID കാർഡുള്ള ആൾക്കാർക്ക് മാത്രമേ ഫ്രീ യാത്ര ഉള്ളൂ എന്നുള്ള കാര്യം പ്രഖ്യാപിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും ഇത് പ്രഖ്യാപിക്കുക തന്നെ വേണം. ഹായ്, നമസ്കാരം. എൻ്റെ മാത്രം അഭിപ്രായമാണ് ഇത്. എൻ്റെ മാത്രം അഭിപ്രായമാണ്. എൻ്റെ പേര് ഷാഹിർ. ഏവർക്കും സ്വാഗതം. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ സ്വദേശിയാണ്. ഇരിക്കൂർ വന്ന ഏതൊരാൾക്കും പേര് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. KSRTCയിൽ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനും ഫ്രീ യാത്ര കയറുന്ന സ്റ്റേഷൻ മുതൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഷൻ വരെ. മീൻസ് ആ ഒരു പ്രധാനപ്പെട്ട ഒരു നിയമം കൂടി ഞാൻ പറഞ്ഞു വരുന്നത്. ഒരാൾ ഒരു സ്റ്റേഷനിൽ നിന്ന് കയറി ഇന്ന സ്റ്റേഷനിലേക്ക്, ഇപ്പോൾ ഇരിക്കൂറിൽ നിന്ന് കയറി കണ്ണൂരേക്ക് ടിക്കറ്റ് എടുത്തു. പക്ഷെ അവർക്ക് ഇറങ്ങേണ്ടത് കണ്ണൂരിന് അപ്പുറമാണെങ്കിൽ കണ്ണൂരേക്ക് ടിക്കറ്റ് എടുത്ത ഒരാൾ കണ്ണൂരിൽ തന്നെ ഇറങ്ങണം. അതല്ലെങ്കിൽ പിന്നെ അവിടെ എത്തുന്നതിന് മുന്നേ അടുത്തൊരു ടിക്കറ്റ് എടുക്കണം. ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് എനിക്ക് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു നിയമമായതുകൊണ്ടാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, എടുത്തിട്ട് തൊട്ട് മുന്നത്തെ സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല. സ്റ്റോപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിലേക്ക് എത്താൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ യാത്ര ചെയ്യുന്ന ടിക്കറ്റ് എടുക്കാതെയും യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഫ്രീ ടിക്കറ്റ് ഉണ്ട്, അപ്പോൾ ഫ്രീ ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യണം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് 500 രൂപ ഫൈൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ അഭിപ്രായത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ട്രാൻസ്ജെൻഡറിനെ കുറിച്ചാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ രജിസ്റ്റർ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് വളരെ കുറവാണ്. 100 താഴെങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ അന്നത്തെ ഒരു മെഗാ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, തുണി നോക്കി കാണിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ എതിരായിട്ട് സംസാരിച്ചത്. ആ ഒരു കാര്യം വളരെ നാണം കെടുത്ത, സ്ത്രീകളെ തന്നെ നാണം കെടുന്ന ഒരു ഏർപ്പാടായിപ്പോയി ആ ഒരു പ്രോഗ്രാം. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമല്ല. എന്നിരുന്നാലും ഞാൻ പറയുന്നു, ട്രാൻസ്ജെൻഡർ ID കാർഡുള്ള ആൾക്കാർക്ക് മാത്രം യാത്ര സൗജന്യമാക്കുക. അല്ലാത്ത ആൾക്കാർക്ക് ആണുങ്ങൾ അതേ റേറ്റിന് എടുക്കുക. പിന്നെ ഒരു മൊയന്തുണ്ടല്ലോ ജാസി, പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഹാഫ് ടിക്കറ്റ്. ഓന് പകുതി സ്ത്രീ ആണല്ലോ, അപ്പോൾ ഹാഫ് ടിക്കറ്റ് എടുക്കാൻ പറ്റും എന്ന രൂപത്തിൽ. അതെങ്ങനെ ശരിയാവും? വേഷം മാറി വന്നാൽ, ഇപ്പോൾ ഞാനൊന്ന് വേഷം മാറി വന്നാൽ എനിക്കും ഫ്രീ ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഹാഫ് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ? ഇവിടെ ഒരാൾ വേഷം മാറി വന്നാൽ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലേക്ക് വേഷം മാറി വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ID കാർഡോ ആധാർ കാർഡോ കാണിച്ച് തന്നെ എടുക്കുന്ന സമയത്ത് തന്നെ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ട്രാൻസ്ജെൻഡർ ID കാർഡ് തന്നെ വേണം. ഓക്കെ, അല്ലാത്ത ആൾക്കാർക്ക് ഫ്രീ ടിക്കറ്റ് ഇല്ല എന്ന് തന്നെ മുഖത്തോക്കി പറയാനുള്ള ശേഷി KSRTC ഉദ്യോഗസ്ഥന്മാർക്ക് നൽകണം. അതിന് ഗവൺമെൻറ്, പ്രത്യേകിച്ച് നമ്മുടെ VD സതീശൻ സാറ്, ഓക്കെ, നമ്മളൊക്കെ ഷോർട്ടായിട്ട് വിളിക്കുന്ന VDS, അടിപൊളി, പുള്ളിക്കാരൻ തയ്യാറാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഉത്തരവ് തന്നെ ഇറക്കണം. ട്രാൻസ്ജെൻഡർ ID കാർഡുള്ള ആൾക്കാർക്ക് മാത്രമേ ഫ്രീ യാത്ര ഉള്ളൂ എന്നുള്ള കാര്യം പ്രഖ്യാപിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും ഇത് പ്രഖ്യാപിക്കുക തന്നെ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ വേഷം മാറി വരും. ഇപ്പോൾ തന്നെ ട്രോളന്മാർ ഇറങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഒരുപാട് യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കാണാം. ഓക്കെ, ട്രോളന്മാരല്ല, സോറി, വേഷം മാറി വരുന്നിട്ട് ടിക്കറ്റ് ഫ്രീ ആക്കണം എന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞു. ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പാതി പെണ്ണാണ്, അപ്പോൾ എനിക്ക് പാതി ടിക്കറ്റ്. ഒരിക്കലും നടക്കൂല. പാതി ടിക്കറ്റ് എന്നൊരു സംഭവം ഇല്ലല്ലോ. പാതി ജീവിതം എന്നൊരു സംഭവം ഇല്ലല്ലോ. ഒന്നിക്കൽ ഒരു ജീവിതമേ ഉള്ളൂ. അത് തീരുന്ന സമയത്ത് തീർന്നു. അല്ലാണ്ട് പാതി ജീവൻ എന്നൊരു സംഭവം ഇല്ല. അതുപോലെ തന്നെ പാതി സ്ത്രീ എന്നൊരു സംഭവം ഇല്ല. ഒന്നുകിലാണ് അല്ലെങ്കിൽ പെണ്ണ്. ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ട്രാൻസ്ജെൻഡർ ID കാർഡ്, ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ട്രാൻസ്ജെൻഡർ ID കാർഡുള്ള ആൾക്കാർക്ക് മാത്രം യാത്ര ഫ്രീ ആക്കുക. ഈ ഒരു അഭിപ്രായം എൻ്റെ മാത്രമാണ്. ബാക്കി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക്, അതുപോലെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നത് വരെയും നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല. എന്തായാലും ഈ ഒരു കാര്യത്തിൽ കുറച്ച് നഷ്ടങ്ങളാണെന്നൊക്കെ പറയും. പക്ഷേ എന്നിരുന്നാലും സ്ത്രീകൾക്ക് ഫ്രീ ആയി കൊടുക്കുന്നത് സംഭവം വളരെ നല്ലതാണ്. കാരണം അതിൽ കൂടി ഒരുപാട് നല്ല കാര്യങ്ങൾ KSRTCയിലേക്ക് വന്നു ചേരാനുണ്ട്. ഒരുപാട് ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിക്കാൻ പറ്റിയൊരു സമയമായിരുന്നു ഇത്രയും സമയം, 1 മാസത്തോളം. എന്താ കാരണം വെച്ചാൽ ഫ്രീ ആക്കി കൊടുക്കുന്ന സംഭവങ്ങൾ കൂടെ എങ്ങനെ വരുമാനം നേടിയെടുക്കാം, മറ്റ് മാർഗ്ഗങ്ങളിൽ കൂടെ വരുമാനം നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഫ്രീ ആക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെ മറ്റ് പല ഓപ്ഷനുകളും, കച്ചവടങ്ങളോ അല്ലെങ്കിൽ അതുപോലെ മീൻസ് സെയിൽസോ കാര്യങ്ങളൊക്കെ, അതിലേക്ക് മറ്റ് ബിസിനസ്സുകൾ അതിലേക്ക് ആഡപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആ ഫ്രീനെ നമുക്ക് എന്ത് ചെയ്യാം, വരുമാനമാക്കി മാറ്റാൻ പറ്റുന്ന രൂപത്തിലേക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയും KSRTC ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം സ്ത്രീകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു റിസോഴ്സാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റിസോഴ്സിനെ എങ്ങനെ നമുക്കൊരു ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ നമുക്കത് എൻഗേജ് ചെയ്ത് മാറ്റാം എന്നുള്ള കാര്യം ഒരിക്കലും പഠിക്കാതെ ആയിരിക്കുമല്ലോ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാരംഭഘട്ടമാണ്, ഒരു ട്രയൽ റണ്ണിങ് ആണ് ഇപ്പോൾ നിലവിൽ സ്ത്രീകൾക്ക് ഫ്രീ ടിക്കറ്റ് ഓർഡിനറി ബസ്സിലേക്ക് മാത്രമാക്കിയത്. ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ ഓൾ കേരള എന്താവും, അല്ലെങ്കിൽ പിന്നെ കണ്ണൂർ ജില്ല, അല്ലെങ്കിൽ പിന്നെ ഒരു സോൺ തിരിച്ചിട്ട്
ഫ്രീ കൊടുക്കുന്ന രൂപത്തിലേക്ക് എത്തും. ഇപ്പോൾ കണ്ണൂർ ടു കോഴിക്കോട് അവിടുന്ന് അടുത്ത ഇതിലേക്ക് ആ രൂപത്തിലേക്ക് ഫ്രീ കൊടുക്കുന്ന രൂപത്തിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. 4 വർഷത്തിനുള്ളിലായിട്ട് തന്നെ അത് കാണാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ജെൻഡറിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറയുന്നു. ഒന്നുകൂടി പറയാണ്, ഉറപ്പിച്ച് പറയാണ്, ട്രാൻസ്ജെൻഡർ ID കാർഡ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ആൾക്കാർക്ക് മാത്രം ഫ്രീ ടിക്കറ്റ്, അല്ലാത്ത ആൾക്കാർക്ക് ഫുൾ ടിക്കറ്റ്. ഓക്കെ, പിന്നെ സ്ത്രീ പുരുഷ വേഷത്തിലേക്ക് മാറിക്കഴിഞ്ഞാലും അവർ ട്രാൻസ്ജെൻഡർ ആണല്ലോ, അപ്പോൾ അവർക്ക് സ്ത്രീകളുടെ പരിഗണന കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാം. അവർക്ക് ട്രാൻസ്ജെൻഡർ ID കാർഡ് ഉണ്ടെങ്കിൽ ഓക്കെ, കാരണം അവർ സ്ത്രീത്വം വേണ്ടാന്ന് വെച്ചിട്ടാണ്. കാരണം ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീ എന്ന് പറയുന്നത്. സംഭവം എന്ന് വെച്ചാൽ അവരമ്മയാണ്, സഹോദരികളാണ്. അതോടൊപ്പം തന്നെ ഒരു പുതുതലമുറയെ അല്ലെങ്കിൽ ഒരു തലമുറയെ മുഴുവനായിട്ട് നിയന്ത്രിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഒരു രാജാവിൻ്റെ ഒക്കെ സ്ഥാനത്ത് കാണുന്ന ഏറ്റവും ഉയർന്ന ക്ലാസ്സിൽ നിൽക്കുന്ന ഒരാളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ആ ഒരു സ്ഥാനം വേണ്ട എന്ന് വെച്ചിട്ടാണ് അവർ പുരുഷനിലേക്ക് മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു കാരണവശാലും ടിക്കറ്റ് കൊടുക്കരുത്. കാരണം സ്ത്രീത്വം വേണ്ടെന്ന് വെച്ച് പുരുഷത്വത്തിലേക്ക് മാറുന്ന ആൾക്കാരാണ് അവർക്ക് ഒരിക്കലും ടിക്കറ്റ് ഫ്രീ കൊടുക്കേണ്ട ആവശ്യമില്ല. ട്രാൻസ്ജെൻഡർ ID കാർഡ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഫ്രീ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ആണിൽ നിന്ന് പെണ്ണിലേക്ക് മാറുന്ന ആൾക്കാർ, അവർക്ക് സ്ത്രീത്വം വളരെ ഇഷ്ടപ്പെട്ടു, ഞാൻ അതാണെന്ന് പറഞ്ഞ് മാറുമ്പോഴും അവരുടെ സ്വഭാവം കൂടി ഒന്ന് പരിഗണിക്കണം. സ്ത്രീകൾക്ക് മാനക്കേടുണ്ടാകുന്ന രൂപത്തിലേക്കുള്ള പെരുമാറ്റം വരുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും ടിക്കറ്റ് കൊടുക്കരുത്. ഓക്കെ, ഫ്രീ ടിക്കറ്റ് കൊടുക്കരുത്. അങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല. ഒരു സമരമുറ കണ്ടിട്ടുണ്ടാവുമല്ലോ, ട്രാൻസ്ജെൻഡറിൻ്റെ സമരം. അതിൽ കാണാൻ പറ്റുന്ന വെച്ചാൽ ഏതെങ്കിലും ഒരു ജന്മം കൊണ്ടും മാനസികമായ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരാൾക്ക് അവിടെ കണ്ട കാഴ്ച എന്തെങ്കിലും സഹിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരാണിനെ സഹിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം വെച്ചാൽ ഒരിക്കലും ഒരു സ്ത്രീയോ ഒരു പുരുഷനോ അങ്ങനെയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, കാരണം അന്നത്തെ ഞാൻ ആ വീഡിയോ ഒന്നും ഇതിലേക്ക് ഉൾപ്പെടുത്താത്തതിന് കാരണം വേറൊന്നും കൊണ്ടല്ല, അത് എൻ്റെ ചാനലിൽ വേണ്ടെന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഒരു കാര്യങ്ങളും കാണിക്കേണ്ട, തുണി പൊക്കി കാണിക്കലും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പാതി ടിക്കറ്റ് എന്നൊരു സംഭവമില്ല. ഒരാൾക്കൊരു ജീവിതമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ടിക്കറ്റേ ഉള്ളൂ. ഒന്നുകിൽ പൈസ അല്ലെങ്കിൽ ഫ്രീ. അത് ആണാണെങ്കിൽ ഫുള്ള് പൈസ ഉണ്ടാവും, പെണ്ണാണെങ്കിൽ ഫ്രീ. ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ആണിൽ നിന്ന് പെണ്ണിലേക്ക് മാറുന്ന ആൾക്കാർ മാത്രമായിരിക്കും പരിഗണിക്കപ്പെടുക. പെണ്ണിൽ നിന്ന് ആണിലേക്ക് പോകുന്ന ആൾക്കാർ പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് പെണ്ണ് എന്നുള്ള സംഭവം വേണ്ട എന്ന് വെച്ചാൽ അവർ ആണിലേക്ക് മാറുന്നതാണല്ലോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡർ ID കാർഡ് ഇഷ്യൂ ചെയ്ത ആൾക്കാർക്ക് മാത്രം ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ള കാര്യം ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിന് ഇത് തന്നെയാണ് കാരണം. കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, രജിസ്റ്റർ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ വളരെ കുറവാണ്. 100-ൽ താഴെങ്ങാണ്ടേ ഉള്ളൂ. മാക്സിമം പോയി ഒരു 200-ന് താഴെ ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ ഓൾ കേരള ലെവലിൽ 200-ന് താഴെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത്ര ഇല്ലാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ വോട്ടിലെ ആൾക്കാരുടെ എണ്ണം അറിയാലോ, എത്ര 60, 30, 25 ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇവിടെ വേറൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഒരു കാരണവശാലും ട്രാൻസ്ജെൻഡർ ID കാർഡ് ഇല്ലാത്ത ആൾക്കാർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കരുത്. അങ്ങനെ തന്നെ ഒരു ഉത്തരവ് ഇതോടൊപ്പം തന്നെ ഇറക്കണം എന്ന് ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഒരിക്കലും ഇത് ചെയ്യുന്നതല്ല, എന്ത് പറയുന്നതല്ല, നമ്മൾ പറയൂലേ ഇത് ഒന്ന് അംഗീകരിക്കണം എന്നൊക്കെ പറയില്ലേ, എന്താ പറയുക, താഴ്മയെ അപേക്ഷിക്കുക എന്ന് പറയില്ലേ. ഇല്ല, ഇത് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം വെച്ചാൽ ഞാനൊരു കേരളത്തിലെ പൗരനാണ് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഞാനും യാത്ര ചെയ്യുന്നതാണ്, ഞാനും ടിക്കറ്റ് എടുക്കണം. ഞാനൊരു പുരുഷനാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ടിക്കറ്റ് വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാരുണ്ടാവും. അതിന് പുതിയ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല, അതും വരും. ഫ്രീ ടിക്കറ്റ് വേണ്ടാന്ന് വെക്കുന്നവർക്ക് ഇപ്പം നിലവിൽ മെയിൽ ടിക്കറ്റിൽ യാത്ര ചെയ്യാനേ നിർവാഹമുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പുരുഷൻ്റെ ടിക്കറ്റ് എടുക്കാം എന്നുള്ള രൂപത്തിലേക്ക് വരാം. ഓക്കെ, അത് പുതിയൊരു തീരുമാനം എന്തായാലും അടുത്തന്നെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഒരു തീരുമാനം ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർ പുരുഷനിലേക്ക് ലിംഗഭേദം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആൾക്കാർക്ക്, സ്ത്രീ ആയിട്ടുള്ള ഒരാൾ പുരുഷനിലേക്ക് മാറുകയാണ്, അങ്ങനെ ആൾക്കാർക്ക് ടിക്കറ്റ് ഫ്രീ ഇല്ല. ഇനി പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് മാറുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ട്രാൻസ്ജെൻഡർ ID കാർഡ് ആവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഫ്രീ യാത്ര ഉള്ളൂ എന്നുള്ള കാര്യം പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും UDFൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകം നമ്മുടെ VD സതീശൻ സാറിൻ്റെ നേതൃത്വത്തിൽ VDSൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. അപ്പോൾ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.